നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേത് ഒരു റീഡിംഗ് അല്ല. എൻ്റെ അടുത്ത് റീഡിങ്ങിന് വേണ്ടി വന്ന ഒരു ക്ലയൻറ്റിൻ്റെ അനുഭവവും അവരുടെ ലൈഫിൽ നടന്ന ഒരു സംഭവത്തിനെക്കുറിച്ചും പറയാൻ പോവുകയാണ്. 2 ദിവസത്തിന് മുന്നേ എന്നെ ഒരാൾ കോണ്ടാക്ട് ചെയ്യുകയുണ്ടായി. അവരുടെ ലൈഫിൽ സംഭവിച്ചത് ഈ കൂടോത്രം എന്ന് പറഞ്ഞ കാര്യം തന്നെയാണ്. ആ ഒരു കാര്യം അവരുടെ ലൈഫിനെ കംപ്ലീറ്റ് നശിപ്പിക്കുക തന്നെ ഉണ്ടായി. അവരുടെ ജീവിതം എല്ലാ അർത്ഥത്തിലും നശിച്ച ഒരു അവസ്ഥയിൽ കൂടിയാണ് ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പരിസരത്ത്, വീടിന്റെ ചുറ്റുമുള്ള പരിസരത്ത് നിന്നും കിട്ടിയ വസ്തുക്കളാണ് ഞാൻ ഇവിടെ ഒരുപാട് പേരായിട്ട് കാണിച്ചു തരുന്നത്. അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് ഇവയൊന്നും ഇല്ല എന്ന് തന്നെ വിശ്വസിക്കുന്നവരുണ്ട്. അവർക്കായിട്ടും കൂടെ അവർക്കൊരു ബോധം വരുത്തുവാൻ വേണ്ടിയിട്ട് കൂടെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഞാനിവിടെ ഇടുന്നത്. എന്നെ കോണ്ടാക്ട് ചെയ്ത ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒരാൾക്ക് ഒരു വ്യക്തിയെ നശിപ്പിക്കുവാൻ സാധിക്കുമോ എന്ന് തന്നെ ചിന്തിച്ചു പോകും. വീട്ടിൽ പലമാതിരി സൗണ്ടുകൾ കേൾക്കുക, സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ, ഉറങ്ങുന്ന സമയത്ത് ശരീരത്ത് പൂച്ച നടക്കുന്ന പോലുള്ളൊരു ഫീലിങ്സ് ഉണ്ടാവുക, രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ അടുത്ത് വേറെ ഒരു വ്യക്തിയുടെ പ്രസൻസ് ഫീൽ ചെയ്യുന്ന അവസ്ഥ, എത്രയൊക്കെ ചികിത്സിച്ചിട്ടും മാറാതെ പിടികൂടിയ രോഗം, ഒരു ഡോക്ടറിന് പോലും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത രീതിയിൽ ഒരു ടൈപ്പ് സ്കിൻ ഡിസീസ് വരിക, ഉണ്ടായിരുന്ന സാമ്പത്തികം കംപ്ലീറ്റ് നഷ്ടമായ ഒരവസ്ഥ. എന്നെ കോണ്ടാക്ട് ചെയ്തത് കുറച്ച് പ്രായമായിട്ടുള്ള ഒരു ആൻറ്റിയാണ്. ആൻറ്റിയുടെ ലൈഫിലുണ്ടായ ആ ഒരു ഇൻസിഡൻറ്റ് കേട്ട് കഴിഞ്ഞാൽ ഇത്രയൊക്കെ എന്തിനാണ് അവരെ ദ്രോഹിച്ചത് എന്ന് പോലും ചിന്തിച്ചു പോകും. ആൻറ്റിയുടെ ഹസ്ബൻഡ് വിദേശത്ത് ഒരു ജയിലിൽ കഠിന തടവ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻറ്റിയുടെ മോന് കല്യാണപ്രായം കഴിഞ്ഞു. ഇത്രയും നാളായിട്ടും ഇതുവരെ ഒരു കല്യാണം പോലും ആയിട്ടില്ല. ആ ഒരു കുടുംബത്ത് ഇനിയൊരു തലമുറ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കൂടോത്രം ചെയ്തവർ പോയി ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയൊരു തലമുറ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് പോയി ചെയ്ത കാര്യം ലിംഗബന്ധനം എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ലിംഗബന്ധനം എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് എന്താണ് എന്നുള്ളത്. ആൻറ്റിയുടെ മകൾ ഇപ്പോൾ വിദേശത്താണ്. മകളുടെ ലൈഫ് കൊണ്ട് മകളിപ്പോൾ സ്ട്രഗിൾ ചെയ്യുകയാണ്. മകളുടെ ദാമ്പത്യ ജീവിതത്തിൽ മകളിപ്പോൾ ശരിക്കും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻറ്റിയുടെ മകളുടെ ഹസ്ബൻഡിന് ഡിപ്രഷനും ആൻസൈറ്റിയും കൊണ്ടിട്ട് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് പോലും അതിനൊരു ഫലം കിട്ടുന്നില്ല. ചിലപ്പോൾ പറയുന്ന കാര്യങ്ങൾ തന്നെ ഓർമ്മയില്ലാത്തൊരവസ്ഥ വരിക, കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഈ ഒരു കാര്യം ഞാൻ തന്നെ ആണോ പറഞ്ഞത് എന്ന് ചിന്തിക്കുന്നൊരവസ്ഥ വരിക. ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊരു ചോദ്യം ഉണ്ടാവാം, ഇവർക്കെതിരെ കൂടോത്രം ചെയ്തത് ആരാണ് എന്നുള്ളത്. അത് ഇവരുടെ ബന്ധുക്കൾ തന്നെയാണ്. ഹസ്ബൻഡിൻ്റെ വീട്ടുകാരാണ് ഇവർക്കെതിരെ കൂടോത്രം ചെയ്തത്. ഇപ്പോൾ ഈ കാണുന്ന ഒരു കാര്യം നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് ലിംഗബന്ധനം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ കാണുന്ന വസ്തുക്കളെല്ലാം തന്നെ 2 മതങ്ങളും കൂടി കമ്പൈൻ ചെയ്ത കൂടോത്രമാണിത്. ഈ ബന്ധുക്കളെ എന്തിനാണ് കൂടോത്രം ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരുടെ സാമ്പത്തികം കണ്ടിട്ട് ഇവർ നല്ല രീതിയിൽ സാമ്പത്തികമായിട്ട് ഉയർന്നു തന്നെയായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. ആ സാമ്പത്തികം ഇവർക്ക് കിട്ടാതാവുകയും ആ സാമ്പത്തികത്തിൽ അവർക്കുള്ള സമ്പത്തിൽ അസൂയപ്പെടുകയും ചെയ്തിട്ടാണ് ഇവർ ഈ കൂടോത്രം ചെയ്തത്. ആക്ച്വലി ഈ കൂടോത്രം ചെയ്തവർക്ക് ഇതിൽ നിന്ന് എന്ത് ബെനിഫിറ്റ് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടിയത് സെൽഫ് സാറ്റിസ്ഫാക്ഷനാണ്. മറ്റുള്ളവരെ നശിപ്പിച്ചുകൊണ്ട് കിട്ടുന്ന ആ ഒരു സംതൃപ്തി, അത് എല്ലാവരും ആലോചിച്ചോളൂ, അതൊരിക്കലും അധികകാലം നീണ്ടു നിൽക്കുകയില്ല. ഇപ്പോൾ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ആരെങ്കിലും ദ്രോഹിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി ഒരു സ്ഥലത്ത് നിങ്ങൾ പോവുകയാണെങ്കിൽ അവർ പറയും, ഇത്രയും കാലം ഇനി ജീവിതകാലം മുഴുവനും നിങ്ങൾ ആവശ്യപ്പെടുന്ന ഇന്ന കാര്യം ആ വ്യക്തിക്ക് സംഭവിക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് ചെയ്യാം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചോളൂ, ഒരിക്കലും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പോലും മറ്റൊരാൾ ചെയ്ത കൂടോത്രത്തിന് ആ ഒരു മനുഷ്യൻ ഒരിക്കലും ലൈഫ് ലോങ് സഫർ ചെയ്യേണ്ടി വരില്ല. അതിനൊരു കാലയളവുണ്ട്. ആദ്യത്തെ കാലയളവ് എന്ന് പറയുന്നത് ഈ വ്യക്തി എന്നാണോ ആ വ്യക്തി കൂടോത്രത്തിന് ഇരയായി പെട്ടു എന്ന് മനസ്സിലാക്കുന്ന ആ ഒരു നിമിഷം,
അവർ അതിന് പ്രതിവിധി ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിയിൽ ബാധിച്ചിരിക്കുന്ന കൂടോത്രം 100% വിട്ടുമാറുന്നതായിരിക്കും. രണ്ടാമത്, ഈ വ്യക്തി അനുഭവിക്കേണ്ട കാലാവധി എന്ന് പറയുന്നത് അത് ദൈവം വിധിച്ചിരിക്കുന്ന ഒരു കാലാവധി മാത്രമായിരിക്കും. ആ ഒരു കാലാവധി കഴിഞ്ഞാൽ സഫർ ചെയ്യേണ്ടി വരുന്നത്, ഈ ഒരു കൂടോത്രത്തിന് ഇരയാക്കപ്പെട്ട വ്യക്തി എത്രയാണോ സഫർ ചെയ്തത് അതിനേക്കാൾ 100 ഇരട്ടി അല്ല കോടിക്കണക്കിന് ഇരട്ടിയായിരിക്കും ഈ കൂടോത്രം ചെയ്തത് ആരാണോ അവർ സഫർ ചെയ്യേണ്ടി വരുന്നത്. ഈ ഒരു ആൻറ്റി എൻ്റെ അടുത്ത് കൺസൾട്ടേഷന് വന്നതിന് ശേഷം എന്ത് ചെയ്യണം എന്നുള്ള കാര്യം വിശദമായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവരുടെ ലൈഫിൽ ഇത്രത്തോളം പ്രശ്നം ഉണ്ടാക്കിയ ഈ ഒരു ബ്ലാക്ക് മാജിക് അവരുടെ ലൈഫിൽ നിന്നും പതുക്കനെ വിട്ടൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ഈ ഒരു ഫാമിലിയിൽ ബാധിച്ചിരിക്കുന്ന എല്ലാതരം നെഗറ്റീവ് എനർജിയും വിട്ടൊഴിഞ്ഞു പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ 1-2 ലേഡീസ് എന്നെ കോണ്ടാക്ട് ചെയ്യുകയുണ്ടായി. അവർക്ക് അധികം പ്രായമില്ല, കല്യാണം കഴിഞ്ഞിട്ട് 1-2 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. അവരുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയുണ്ടായി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കല്യാണം കഴിഞ്ഞതിന് ശേഷം അവർ ആ ഒരു ഫാമിലി ലൈഫിൽ അനുഭവിക്കേണ്ടി വരുന്ന കുറച്ച് പ്രശ്നങ്ങളെ പറ്റിയാണ്. ഹസ്ബൻഡിന് കംപ്ലീറ്റ്ലി സംശയമാണ് ഇവരെ. സംശയിക്കാനുണ്ടായ കാരണം എന്തെന്നാൽ, കല്യാണത്തിന് ശേഷം ഇവർക്കുണ്ടായ വെജൈനൽ സംബന്ധമായിട്ടുള്ള കുറച്ച് അസുഖങ്ങളാണ്. ഹസ്ബൻഡ് ഈ കുട്ടിയോട് പറയുന്നത് ഹസ്ബൻഡ് അല്ലാതെ വേറൊരു റിലേഷൻഷിപ്പ് ഇവർക്കുണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു രോഗം ഇവരെ ബാധിച്ചിരിക്കുന്നത് എന്നാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, അവർക്ക് ആരോ യോനിബന്ധനം ചെയ്തിട്ടുണ്ട്. ഈ യോനിബന്ധനം ചെയ്തതിൻ്റെ ഉദ്ദേശം വേറൊരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു ലൈഫിൽ ഇവർക്ക് സമാധാനവും സ്വസ്ഥതയും നഷ്ടമാകണമെന്നുള്ള ഉദ്ദേശം. ഹസ്ബൻഡുമായിട്ട് തല്ലിപ്പിരിഞ്ഞ് സന്തോഷകരമായിട്ടുള്ള ഒരു കുടുംബജീവിതം ഉണ്ടാകരുത് എന്നുള്ള ഉദ്ദേശം. കല്യാണം കഴിഞ്ഞാൽ ഈ വ്യക്തിയെ ഹസ്ബൻഡ് ഉപേക്ഷിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ യോനിബന്ധനം ചെയ്തിരിക്കുന്നത്. ഇതിൽ നിന്നും ഈ കൂടോത്രം ചെയ്തവർക്ക് കിട്ടിയത് എന്താണ്? മറ്റുള്ളവർ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ കണ്ടുള്ള സന്തോഷം. മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിച്ച് നേടിയെടുക്കുന്ന സന്തോഷം ഒരിക്കലും അധികകാലം നീണ്ടു നിൽക്കുകയില്ല എന്നുള്ള സത്യം എല്ലാവരും മനസ്സിലാക്കുക. മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുക. മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കുവാൻ വേണ്ടി ആഭിചാരം ചെയ്യുന്നവർക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ അത് ഒരിക്കലും നിങ്ങൾ ഊഹിക്കുന്നതിലപ്പുറമായിരിക്കും. ആ ഒരു ശിക്ഷ ഏറ്റെടുക്കുവാൻ നിങ്ങളുടെ ലൈഫിൽ എപ്പോഴെങ്കിലും ആ ഒരു ശിക്ഷ ഏറ്റെടുക്കുവാനുള്ള തയ്യാറെടുപ്പോടുകൂടി വേണം ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരു വ്യക്തിക്ക് നേരെ ചെയ്യുവാൻ. അടുത്തതായിട്ട് ഞാൻ നിങ്ങൾക്കൊരു വോയിസ് റെക്കോർഡിംഗ് കേൾപ്പിച്ചു തരാം. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു സ്ത്രീ അവരുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നും അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് ആ സ്ത്രീ പറയുന്ന ആ സ്ത്രീയുടെ സ്വന്തം അനുഭവമാണ്. ഹലോ, എന്റെ ലൈഫിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാല്, എന്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് എന്റെ ഹസ്ബൻഡിന്റെ അമ്മയ്ക്ക് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. അത് കഴിഞ്ഞൊരു 1-2 വർഷം കഴിഞ്ഞപ്പോ ഒരു പെരേടം മേടിക്കാനായിട്ട് എന്റെ ഗോൾഡ് അവരുടെ സഹോദരിക്ക് വേണ്ടിയിട്ട് വിറ്റ്, ആ സഹോദരിയുടെ പെരേടം മേടിക്കാൻ വേണ്ടി വിറ്റ് അവർക്ക് കൊടുത്തു കഴിഞ്ഞെങ്കിലും ആ പെരേടം അത് ഒരു എന്തോ പ്രശ്നം വന്ന് അത് കറക്റ്റ് അതിന്റെ ഇതൊന്നും റെഡിയാവാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ആ പൈസ തിരിച്ചു ചോദിച്ചപ്പോ അവർക്ക് അത് തരാൻ അവരെ കയ്യിൽ ഇല്ല. അവര് ആ പെരേടം വിൽക്കുമ്പോഴേ അവർക്ക് തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ ഹസ്ബൻഡിന്റെ എന്നെ അമ്മയോട്, കാരണം അവരുടെ അമ്മയാണ് ഈ പെരേടം മേടിക്കാനായിട്ട് ഹസ്ബൻഡിനെ ഫോഴ്സ് ചെയ്തതും ഒക്കെ ചെയ്തത്. അങ്ങനെ ഹസ്ബൻഡിന്റെ അമ്മയോട് പറഞ്ഞു, എനിക്ക് ആ പെരേടം വേണ്ട, എന്റെ ക്യാഷ് തന്നാ മതി, അവരോട് സംസാരിക്കുക എന്ന് പറഞ്ഞ് ഹസ്ബൻഡ് ഇവർക്കെതിരെ എന്റെ അമ്മായിക്കും എതിരെയായിട്ട് സംസാരിച്ചപ്പോ അവർക്ക് ദേഷ്യമായി. കാരണം അവര് വിചാരിച്ചത് അത്രയും നാളോ അവരുടെ മോൻ അവര് പറയുന്നത് കേട്ടിട്ട് പെട്ടെന്ന് ഈ ഒരു ക്യാഷിന്റെ പ്രശ്നം വന്നപ്പോ അവർക്കെതിരെ എഗെയിൻസ്റ്റ് ആയിട്ട് തിരിഞ്ഞപ്പോ അവര് കരുതിയത് ഞാനും എന്റെ ഫാമിലിയും അവരുടെ മകനെ എന്തോ അവര് കൂടോത്രം അങ്ങനെ എന്തൊക്കെയോ ചെയ്ത് വശീകരിച്ച് അവരുടെ സൈഡാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങള് അവരെ മോൻ അവർക്കെതിരായി സംസാരിച്ചത്.
എന്നുള്ള ഒരു ഇതില് അവര് എനിക്കെതിരെ ഓരോന്ന് പറയുവാനും ഓരോന്ന് കഥകൾ പറഞ്ഞുണ്ടാക്കുവാനും അനാവശ്യങ്ങൾ പറയാനും ഒക്കെ തുടങ്ങി. അത് വലിയ വിഷയമായി. പക്ഷെ അപ്പോഴും എന്റെ സൈഡിൽ ന്യായം ഉള്ളത് കൊണ്ട് തന്നെ ഹസ്ബൻഡ് എന്റെ സൈഡിൽ തന്നെ നിന്നു. വലിയ കുഴപ്പമില്ലാതെയൊക്കെ പോയി. പക്ഷേ പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം അവരുടെ ക്യാരക്ടർ എനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ അവരുടെ ഫോൺ ടാപ്പ് ചെയ്ത് വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇവര് എനിക്കെതിരെ ഈ കൂടോത്രം എന്നുള്ള രീതിയിൽ ആരുടെ അടുത്ത് പോയി അവരുടെ പരിധിയിൽ ഞാൻ വരാൻ വേണ്ടിയിട്ട് അവര് പറയുന്നതനുസരിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് അവരാരുടെ അടുത്ത് പോയി പഞ്ചസാരയിൽ എന്തോ ചെയ്ത് എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ അവരുടെ പരിധിയിലാവും, അവര് പറയുന്നതനുസരിച്ച് ഞാൻ നിന്നോളും എന്ന് പറയുന്നത് കേൾക്കാൻ ഇടയാവുകയും ഞാൻ കുടിക്കുന്ന പാലിൽ അവര് കലക്കുന്ന പഞ്ചസാര, ഈ മന്ത്രം ചൊല്ലിയ പഞ്ചസാര കലക്കുന്ന വീഡിയോ ഞാൻ അവരറിയാതെ എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എന്നിട്ട് അവരോട് ചോദിച്ചപ്പോ അവരെന്നോട് പറഞ്ഞത് അവര് ഇതുപോലുള്ളതൊക്കെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാനും എന്റെ വീട്ടുകാരും അവർക്ക് ഇതുപോലെ കൂടോത്രവും മന്ത്രവും ചെയ്ത് അവരെ കൊന്നേനായിരുന്നു. അവരുടെ ജീവരക്ഷാർത്ഥത്തിന് വേണ്ടിയിട്ടാണ് അവരിതൊക്കെ ചെയ്യുന്നതെന്നാണ് അവർ എന്നോട് തിരിച്ചു പറഞ്ഞത്. സത്യം പറഞ്ഞാൽ അവർക്ക് ആക്ച്വലി വേണ്ടത് പൈസയാണ്. അവരുടെ സഹോദരിക്ക് കുറച്ച് കടവും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ അവരെ രക്ഷപ്പെടുത്താനായിട്ട് അവര് മാക്സിമം മകനിൽ നിന്നും മരുമകളിൽ നിന്നും എങ്ങനെ മാക്സിമം ഒപ്പിച്ചെടുത്ത് അവരെ രക്ഷപ്പെടുത്താം എന്നുള്ള ഇതിലാണ് അവര് നിൽക്കുന്നത്. അതിനുവേണ്ടി ഞാൻ അവരെ കൂടെ നിന്ന് അവര് പറയുന്നത് അനുസരിച്ച് നിൽക്കണം. അതിനു വേണ്ടിയിട്ടാണ് അവർ ഈ കൂടോത്രവും മന്ത്രവും എല്ലാം ചെയ്തത്. ആദ്യം സത്യം പറഞ്ഞാൽ എന്റെ കല്യാണത്തിന് മുമ്പ് വരെയും ഈ കൂടോത്രം എന്താണെന്നോ മന്ത്രം എന്താണെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഞാനും നോർമലി എല്ലാരെയും പോലെ അമ്പലങ്ങളിൽ പോകുന്നു, എന്തെങ്കിലുമൊക്കെ അർച്ചന നടത്തുന്നു, തിരിച്ചു വരുന്നു. ഇവൻ എന്റെ വീട്ടുകാരായാലും അത് തന്നെയായിരുന്നു. പക്ഷേ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇതുപോലെ പഞ്ചസാരയിൽ ഇതുപോലെ പാലിൽ ഇങ്ങനെ കൂടോത്രം ചെയ്ത് മന്ത്രം നടത്തി അവരെ വശീകരിക്കാൻ വേണ്ടി പഞ്ചസാര കലക്കുന്നത് എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ കാണുന്നത് തന്നെ. അതും നാഴിക്ക് 40 വട്ടം മറ്റുള്ളവരാണ് ഇതൊക്കെ ചെയ്യുന്നത്, ഞാൻ ദൈവത്തെ മാത്രം വിശ്വസിക്കുന്ന ഒരാളാണ് എന്ന് പറയുന്ന അതേ ഇതുപോലുള്ള കുറെ അനുഭവങ്ങളായിട്ട് ഒത്തിരിയേറെ ആൾക്കാർ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം കുറേശ്ശെ സോൾവ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. സാമ്പത്തികം, ആരോഗ്യം, സന്തോഷം, മനസമാധാനം ഇവയൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് ഇല്ലാതാകുമ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിക്കുക. ഇത് നിങ്ങളുടെ വിധി കൊണ്ട് മാത്രം ഉണ്ടായതല്ല, മറ്റാരും ഇതിന് പിന്നിലുണ്ട് എന്നുള്ള കാര്യവും നിങ്ങൾ ആലോചിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഇതുപോലുള്ള ഷഡ്കർമ്മങ്ങൾ കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക. നിങ്ങളുടെ പ്രശ്നം വ്യക്തമായി കണ്ടുപിടിച്ചതിന് ശേഷം കൃത്യമായ പരിഹാരങ്ങൾ നിങ്ങൾക്ക് നിർദ്ദേശിക്കുന്നതാണ്. നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റുന്ന പരിഹാരങ്ങളുണ്ടെങ്കിൽ അതും പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾക്ക് എന്തു തന്നെ പ്രശ്നങ്ങളാണെങ്കിലും ഇവിടെ തീരാത്തതായിട്ട് ഒന്നുമില്ല. നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ടതില്ല. കൂടോത്രത്തിന് 100% പരിഹാരമുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന എല്ലാതരം പ്രശ്നങ്ങളിൽ നിന്നും ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് 7 ചക്ര ഹീലിംഗ്സ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. 7 ചക്ര ഹീലിംഗ് മെഡിറ്റേഷൻ നെക്സ്റ്റ് ബാച്ച് ഓണം കഴിഞ്ഞതിന് ശേഷം കണ്ടക്ട് ചെയ്യാൻ പോവുകയാണ്. മോർണിംഗ് ബാച്ചും ഈവനിംഗ് ബാച്ചും ഉണ്ട്. ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്യുക. കാരണം ധാരാളം ആൾക്കാർ ഈ ഒരു പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.